അമൃതേശ്വരി നമഃ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സുവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം അർജുന വിഷാദയോഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണിത്. ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ്, അല്ലയോ സഞ്ജയ, ധർമ്മം ജയിക്കുന്ന സ്ഥലമായ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് യുദ്ധത്തിനായി ഒന്നിച്ചു വന്നു ചേർന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരും എന്തു ചെയ്തു? ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയവുമുണ്ട്. കൗരവന്മാരും പാണ്ഡവന്മാരും യുദ്ധത്തിനായി അണിനിരന്ന കുരുക്ഷേത്രം എന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ധർമ്മക്ഷേത്രവുമാണ്. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ ധർമ്മം ജയിക്കുമെന്ന്, ധർമ്മം മാത്രമേ ജയിക്കൂന്ന് വേദവ്യാസ മഹർഷിയും സഞ്ജയനും ധൃതരാഷ്ട്രർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ധൃതരാഷ്ട്ര സ്വതേ നല്ലവനായിരുന്നു. പക്ഷേ കുടിലതന്ത്രക്കാരായ മക്കളുടെ സ്വാധീനവും മമതാന്ധത്വവും കൂടി ആയപ്പോൾ തികച്ചും ധർമാന്ധനായി മാറി. ധർമ്മം നിർണയിക്കാനുള്ള സ്ഥലമായതുകൊണ്ട് കുരുക്ഷേത്രത്തിന് ധർമ്മക്ഷേത്ര എന്ന പദത്തിനാണ് ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ. ധർമ്മത്തിന്റെ നിർവചനം എന്താ? പ്രപഞ്ചത്തെ ധരിക്കുന്നത് ധർമ്മം, പ്രപഞ്ചത്തെ ധരിക്കുന്നത് പരബ്രഹ്മാണെന്ന് വേദാന്തം പറയുന്നുണ്ട്. അപ്പോ പരബ്രഹ്മത്തോട് അടുക്കാൻ സാധിക്കുന്ന ഒക്കെ ധർമ്മമാണ്. പരമസത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതോ അധർമ്മവും. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ ധർമാധർമ്മ വിവേചനം. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള വിദ്വേഷം ദീർഘനാളത്തെ സന്ധി സംഭാഷണങ്ങളിലൊന്നും തടുക്കാനായില്ല. ഒടുവിൽ ഒരു മഹായുദ്ധം തന്നെ വേണ്ടി വന്നു. കുരുക്ഷേത്രത്തിൽ ഇരു സൈന്യങ്ങളും അണിനിരന്നു. അർജുനന്റെ സാരഥിയാണ് ഭഗവാൻ. പാണ്ഡവ സേനയുടെ സേനാനായകൻ ദൃഷ്ടദ്യുമ്നനാണ്. ദുര്യോധന പക്ഷത്തിലെ സേനാനായകനായി ഭീഷ്മരാണുള്ളത്. കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെല്ലാം മന്ത്രിയായ സഞ്ജയനാണ് ധൃതരാഷ്ട്രയെ ധരിപ്പിക്കുന്നത്. ജന്മനാ അന്ധനായ രാജാവ്, സ്വയം അന്ധത വരിച്ച രാജ്ഞി, അവർക്ക് ദുഷ്ടസന്താനങ്ങൾ ഉണ്ടായെങ്കിൽ അത് അതിശയിക്കാനുമില്ല. യുദ്ധവിവരങ്ങളെല്ലാം ആദ്യം തൊട്ട് പറഞ്ഞു കേൾപ്പിക്കാൻ മന്ത്രിയായ സഞ്ജയനോട് ആവശ്യപ്പെടുകയാണ് ധൃതരാഷ്ട്രർ. ഇവിടെ മുതൽക്കാണ് 700 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതം എന്ന ക്ഷീരസാഗരം കടഞ്ഞാൽ കിട്ടുന്ന അമൃതം ആരംഭിക്കുന്നത്. ഇതിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? അർജുനന്റെ മനസ്സിലെ സംഘട്ടനം പോലെ നമ്മുടെ മനസ്സിലെ മഹാഭാരത യുദ്ധം, ആ മഹാഭാരത യുദ്ധത്തിലെ ഷഡ്വൈരികളെ, കാമം, ക്രോധം, രാഗവൈരികളെ ഇല്ലായ്മ ചെയ്താൽ നമ്മുടെ ദിവ്യഭാവങ്ങളെ ഉണർത്താൻ സാധിക്കും. അതിന് നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അമ്പുട്ടിമോള് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി നമഃ.